രേണുക സംസ്കാര ചടങ്ങുകൾ ഇന്നാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ സമാന്തരമായി പ്രത്യേക സംഘത്തെ അന്വേഷണം ഏൽപ്പിച്ചിട്ടുണ്ട് കർണാടക സർക്കാർ. ഈ അന്വേഷണം നിലവിൽ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? തീർച്ചയായിട്ടും വിനിഷ, 2 ദിവസങ്ങൾക്ക് മുന്നെയാണ് മലയാളി വ്യവസായി കൂടിയായിട്ടുള്ള CJ റോയ് സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ആദായ നികുതിയുടെ റെയ്ഡിനിടെ മാനസിക സംഘർഷം താങ്ങാനാവാതെയാണ് CJ റോയ് ഇത്തരത്തിൽ വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഇന്ന് ഏതാനും അല്പനിമിഷങ്ങൾക്കകം ഏകദേശം 10 മണിയോടുകൂടിയാണ് ബാംഗ്ലൂരിലെ ശിവജി ആശുപത്രിയിൽ നിന്ന് CJ റോയുടെ മൃതദേഹം പുറത്തേക്കെടുക്കും. അതിനുശേഷം രാവിലെ 10 മണി മുതൽ 2 മണി വരെ ബാംഗ്ലൂരിൽ CJ റോയുടെ തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ തന്നെ നാച്ചുറൽ കോൺഫിഡൻറ്റ് കാസ്കേഡ് എന്ന് പറയുന്ന ഒരു ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ലക്ഷറി പ്രോപ്പർട്ടിയിലാണ് പൊതുദർശനം ഒരുക്കിയിട്ടുള്ളത്. ആ പൊതുദർശനത്തിന് ശേഷം പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷം ബാംഗ്ലൂരിലെ ബന്നാർഘട്ടയിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. CJ റോയുടെ ആഗ്രഹപ്രകാരം തന്നെയാണ് ഇത്തരത്തിൽ കൊച്ചി സ്വദേശിയായിരുന്നിട്ട് പോലും ബാംഗ്ലൂരിലെ അദ്ദേഹത്തിൻ്റെ തന്നെ ലക്ഷറി അപ്പാർട്ട്മെൻറ്റിൽ പൊതുദർശനവും ശേഷം ബാംഗ്ലൂരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങളും നടത്തുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ശവസംസ്കാര അല്ലെങ്കിൽ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. വിനിഷ, മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡും അതുമായി ബന്ധപ്പെട്ടുള്ള മാനസിക സംഘർഷങ്ങളുമാണ് ഇത്തരത്തിൽ റോയിയെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതിന് പുറമെ ശാസ്ത്രീയ പരിശോധനകൾ കൂടി പുറത്തു വന്നാലേ നമുക്കതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. എന്നാൽ റോയിയുടെ സഹോദരൻ അടക്കമുള്ള കുടുംബാംഗങ്ങൾ ഇന്നലെ തന്നെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, ലോണോ മറ്റ് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളോ റോയിയെ സംബന്ധിച്ചുണ്ടായിട്ടില്ല. ഇത്തരത്തിലുള്ള മാനസിക സംഘർഷം മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന്. പക്ഷേ ഏറ്റവും ഒടുവിലായിട്ട് ഇന്ന് രാവിലെ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം കർണാടക സർക്കാർ ഇത്തരത്തിലൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ SITയുടെ നേതൃത്വത്തിൽ ആണ് റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് റോയിയുടെ പ്രോപ്പർട്ടി, റോയി ആത്മഹത്യ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയുടെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പിൻ്റെ ഒരു റെയ്ഡ് അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ ഇരുത്തിയുള്ള അത്തരത്തിൽ മാനസിക സംഘർഷം വരാൻ പാകത്തിന് ഇരുത്തിയിട്ടുള്ള ചോദ്യം ചെയ്യൽ അന്ന് നടന്നിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ള വിവരമാണ് പോലീസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ആദായ നികുതി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തിരുന്നു. നേരത്തെ തന്നെ അവർ പറഞ്ഞത് ഇത്തരത്തിൽ അന്ന് ഞങ്ങൾ റെയ്ഡ് അത്തരത്തിൽ റോയിയെ ഞങ്ങൾ ഇരുത്തി ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ കൂടി ഇന്ന് രാവിലെ പുറത്തു വന്നിട്ടുണ്ട്. അത് പോലീസ് കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം ഇനി എന്താണ് എന്നുള്ളത് കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ തെളിയിക്കാനാവുകയുള്ളൂ. അങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ നടന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് റോയിയെ ഇത്തരത്തിലൊരു മരണത്തിലേക്ക് എത്തിക്കാനുണ്ടായിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിലൊരു സാഹചര്യം എന്നുള്ളത് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്നലെ തന്നെ പോലീസ് റോയിയുടെ മൊബൈൽ ഫോൺ പരിശോധിക്കുന്നതിന് വേണ്ടി കുടുംബാംഗങ്ങളോടടക്കം മൊബൈൽ ഫോണിൻ്റെ പാസ്വേഡ് അടക്കം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിൻ്റെ പാസ്വേഡൊന്നും കുടുംബാംഗങ്ങൾക്ക് പോലും പറഞ്ഞു കൊടുക്കാനായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി മൊബൈൽ ഫോൺ അടക്കം കേന്ദ്രീകരിച്ചിട്ടുള്ള ശാസ്ത്രീയ പരിശോധനയിൽ മാത്രമേ ഇനി എന്തായിരിക്കും റോയ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ മാനസിക സംഘർഷം മൂലം അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്താണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് തള്ളിവിടാനുണ്ടായ കാരണമെന്നുള്ളത് വരും ദിവസങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിലേ മനസ്സിലാവുള്ളൂ. എന്തായാലും വിനിഷ, ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി ബാംഗ്ലൂരിലെ ബന്നാർഘട്ടയിൽ വെച്ച് തന്നെയാണ് റോയിയുടെ സംസ്കാര ചടങ്ങുകൾ കൂടി നടക്കുക എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോഴും റോയിയുടെ മരണത്തിന് പിന്നിലെ കാരണം സംബന്ധിച്ചുള്ള ദുരൂഹതയൊന്നും നീങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. രേണുക, കാരണം CJ റോയ് അത്ര പെട്ടെന്നൊന്നും അങ്ങനെ ജീവൻ ഒടുക്കേണ്ട ഒരാളുമായിരുന്നില്ല. അത്തരത്തിൽ ജീവിതത്തെ അത്രത്തോളം ആസ്വദിച്ച് വന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ, അവസാന ഇൻ്റർവ്യൂ ഒക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. അതിലൊക്കെയും അദ്ദേഹം പറയുന്നത് ജീവിതം അത്രത്തോളം ആസ്വദിച്ച് കഴിഞ്ഞ ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ എല്ലാവരെയും ജീവിക്കാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്തിരുന്ന CJ റോയിയുടെ പൊടുന്നനെ ഉണ്ടായൊരു മരണം, അതിൻ്റെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും
ആളുകളൊന്നും മോചിതരല്ല. അതുകൊണ്ടുകൂടി തന്നെയാണ് ഈ മരണകാരണത്തിന് പിന്നിലെ ദുരൂഹത നീൽക്കണമെന്ന നിരന്തര ആവശ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നത്. അത് സംബന്ധിച്ച് ഈ ഒരു സമയത്ത് പോലും ഒരു വ്യക്തത വരുത്താൻ, ഒരു സ്ഥിരീകരണം വരുത്താൻ കർണാടക സർക്കാരിനോ പ്രത്യേക അന്വേഷണ സംഘത്തിനോ പോലീസിനോ, ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പോലീസിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഓരോ റിപ്പോർട്ടുകൾ വരുന്നതിനനുസരിച്ച്, ഓരോ വാർത്തകൾ, ഓരോ അപ്ഡേഷൻ വരുന്നതിനനുസരിച്ച് ഈ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയല്ലാതെ കൂടുതൽ ദുരൂഹമാവുകയല്ലാതെ ഇക്കാര്യത്തിൽ റോയിയുടെ മരണം സംബന്ധിച്ച് റോയിയെ കൊന്നതാണോ എന്നൊരു സംശയത്തിലേക്ക് നമ്മളെയൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഈ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന അപ്ഡേഷനുകളാണ്. അതിലൊരു സ്ഥിരീകരണമോ വ്യക്തതയോ വരുത്താൻ ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു സെക്കൻഡിൽ പോലും കർണാടക സർക്കാരിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്നുള്ള പേര് കേട്ടാൽ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും റോയിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതാണ്. ഏറ്റവും പോസിറ്റീവായിട്ട് ജീവിതത്തെ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. 12 മണി വരെ ഞാൻ ഉറങ്ങാതിരിക്കും, കാരണം 12 മണി എന്നുള്ളത് ആ ദിവസം കഴിയുകയാണ്, ആ ദിവസം അത്രയും സമയം ആസ്വദിക്കണം എന്ന് പറയുന്ന ഒരു റോയിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഏറ്റവും ഗൗരവമായിട്ട് കാണേണ്ടത് വിനിഷ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരുപക്ഷെ ഇങ്ങനെയൊരു അല്ലെങ്കിൽ അന്ന് ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ചോദ്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു നിഗമനത്തിലേക്ക് എത്താൻ തന്നെ 3 ദിവസം എടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് ഇത്തരത്തിൽ റെയ്ഡ് നടന്നിട്ടുണ്ട്, 3 ദിവസങ്ങളിലായിട്ട് റെയ്ഡ് നടക്കുകയായിരുന്നു, അല്ലെങ്കിൽ CID അന്വേഷിക്കുമെന്നുള്ള തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ഒരു നിലപാട്, അല്ലെങ്കിൽ ഒരു അന്വേഷണമാണ് കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പല സമയത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ 3 ദിവസത്തിന് ശേഷം ഇന്ന് രാവിലെയാണ് ഇങ്ങനെ ഒരു അപ്ഡേഷൻ വന്നിട്ടുള്ളത്. അങ്ങനെ ദുരൂഹമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോഴും റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം IT ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകളൊന്നും വന്നിട്ടില്ല. മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടില്ല. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ ദുരൂഹമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കറിയുള്ളൂ. അതിനു വേണ്ടിയും ഇപ്പോൾ നമ്മൾ 3 ദിവസമായി ഇത്തരത്തിലൊരു മരണം നടന്നിട്ട്, ഇത്തരത്തിൽ ഒരു ആത്മഹത്യ നടന്നിട്ട്, അല്ലെങ്കിൽ അവരുടെ കൺമുന്നിൽ, അതായത് നികുതി ഉദ്യോഗസ്ഥരടക്കമുള്ള അവരുടെ കൺമുന്നിൽ ഇങ്ങനെയൊരു ആത്മഹത്യ നടന്നിട്ട് അതിൻ്റെ തെളിവുകളും വ്യക്തതയും വരാൻ ഇനിയും 3 ദിവസമായി കാത്തിരിക്കുന്നു. ഇനിയും അതിനകത്തൊരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം വിനിഷ.